ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡ്രാഗൺ ബോൾസിലെ പുതിയൊരു ഫാൻ മെയ്ഡ് മാങ്ക ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മാങ്കയുടെ പേരാണ് ഡ്രാഗൺ ബോൾ AF, അതായത് ഡ്രാഗൺ ബോൾ ആഫ്റ്റർ ദ ഫ്യൂച്ചർ. ഡ്രാഗൺ ബോൾ AF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 ചാപ്റ്റർ ഉള്ള മാങ്കയുണ്ട്. അത് നമ്മുടെ ടൊയോട്ട ഒരു ക്രിയേറ്റ് ചെയ്തതാണ്. എന്നാൽ ആ ഒരു മാങ്കയല്ല ഞാൻ ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത്. ഡ്രാഗൺ ബോൾ AF എന്ന് പറഞ്ഞ് മറ്റൊരു ഫാൻ മാങ്കയുണ്ട്. അപ്പോൾ ആ ഒരു ഫാൻ മെയ്ഡ് മാങ്കയാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഇത് പ്രധാനമായും ഡ്രാഗൺ ബോൾ ക്ലാസിക് കഴിഞ്ഞ് ഡ്രാഗൺ ബോൾ Zയും കഴിഞ്ഞ് അതിനുശേഷം ഡ്രാഗൺ ബോൾ GT കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു മാങ്ക എന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്നാൽ പല കൂട്ടുകാരും GT കണ്ടിട്ടുണ്ടാകില്ല എന്ന് എനിക്കറിയാം. എന്നാൽ അതൊരു വലിയ പ്രശ്നമാക്കേണ്ട. GTയുടെ ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ അത് കറക്റ്റായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരു 200 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ ഡ്രാഗൺ ബോൾ GT സീരീസിന്റെ അവസാനം എന്താണ് നടന്നതെന്ന് ഞാനിവിടെ പറയാം. ഡ്രാഗൺ ബോൾ GTയുടെ അവസാനം നമ്മുടെ ഗോക്കു ഷെൻറോണിന്റെ കൂടെ എർത്ത് വിട്ടു പോകുന്ന രീതിയിലാണ് ഇവിടെ GT സീരീസ് എൻഡ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോക്കു നിലവിൽ എർത്തിലില്ല. ഇനി നമുക്ക് മാങ്കയിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ ഫ്രീസിയുടെ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫ്രീസിയുടെ സോൾജർ ആണെങ്കിൽ മറ്റുള്ള എല്ലാവരോടും ഈ ഒരു കാര്യം അറിയിക്കുകയാണ്. ലോർഡ് ഐസെ വരാൻ പോകുന്നു. അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരു റൂമിന്റെ അടുത്ത് നിൽക്കുന്നു. അപ്പോഴാണ് ആ ഒരു റൂമിന്റെ ഡോർ തുറന്ന് ഏകദേശം ഫ്രീസിയെ പോലെ തന്നെയുള്ള ഫ്രീസിയുടെ വംശത്തിലുള്ള ഒരു ഇവിടെ പുറത്തേക്ക് വരുന്നു. ഇവനാണ് ഐസെ. കൂടാതെ ഇവൻ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസിയുടെ മകനാണ്. അങ്ങനെ നമ്മുടെ ഫ്രീസിയുടെ സോൾജേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഐസയെ കണ്ട് ലോർഡ് ഐസെ നിങ്ങളെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴേക്കും ആ ഒരു ക്യാരക്ടർ ഐസയോ അതാണോ എന്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് ഈ ഒരു ഫ്രീസിയുടെ മകൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായി ജനിച്ചു വരുന്നത് പോലെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് കേട്ട് ആ ഒരു സോൾജർ പറയും, ഈ ഒരു ഐസെ എന്ന പേര് ലോർഡ് ഫ്രീസിയാണ് വെച്ചത്. കൂടാതെ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് എന്നും ചോദിക്കുന്നു. അപ്പോൾ തന്നെ ഐസെ പറയും, ഞാൻ അത്ര വലിയ ആളാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണന്റിന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ഇത് കേട്ടാണെങ്കിൽ ഫ്രീസിയുടെ സോൾജേഴ്സും ഷോക്ക് ആകുന്നു. അതായത് ഐസെ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ജനിച്ചു താവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. അതിലായിരുന്നു ഇത്ര നാളും ഈ ഒരു ഐസെ എന്ന ക്യാരക്ടർ ഉണ്ടായിരുന്നത്. കൂടാതെ ഞാൻ എത്രത്തോളം ശക്തനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം എന്നും പറയുന്നു. ഇത്രയും പവേഴ്സ് എനിക്ക് ഉണ്ടായിട്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴേക്കും ആ ഒരു സോൾജേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാമെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അതിനുശേഷം ഡ്രാഗൺ ബോൾ Zയിൽ നടന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ GTയിൽ നടന്ന ഒമേഗ ഷെൻറോനെ ഡിഫീറ്റ് ചെയ്തതും അതിനുശേഷം എർത്ത് സമാധാനമായിട്ട് പോകുന്ന രീതിയിലാണ് ഇവിടെ ഒരു ഇൻട്രോ കാണിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഗോക്കു എർത്തിലില്ല. ഗോക്കു എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും തന്നെ അറിയില്ല. നമ്മുടെ ഗോക്കു പോയതിനു ശേഷം ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. നമ്മുടെ പാൻസിയെ നോക്കിക്കഴിഞ്ഞാൽ പാൻസിക്ക് 16 വയസ്സായി. പാൻസി ഇപ്പോൾ ഒരു ഹൈസ്കൂളിൽ പോവുകയാണ്. കൂടാതെ പാൻസി ഒരു ഹൈബ്രിഡ് സെയ്യന്റെ മകളാണ്. അപ്പോൾ എത്രത്തോളം പവർഫുൾ ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പാൻസി പോകുന്ന വഴി എന്തെങ്കിലും പ്രശ്നങ്ങളും അതുപോലെ ക്രൈംസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷം ഇവിടെ ഊബിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഗോഹാൻ സെയ്യാമാൻ എന്ന് പറഞ്ഞ് ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് സൂപ്പർ ഹീറോസിനെ പോലെ എല്ലാവരെയും രക്ഷിക്കുന്നത് നമ്മൾ കണ്ടതല്ല. അതുപോലെ തന്നെ ഇവിടെ ഊബാണെങ്കിൽ പപ്പായ മാൻ എന്ന് പറഞ്ഞ് ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ആൾക്കാരെ രക്ഷിക്കുകയും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ നമ്മുടെ ഊബിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൂർണമെന്റിൽ ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അതിനിടയിൽ മിസ്റ്റർ സേത്തൻ വന്ന് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ ലോർഡ് ഐസിനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഐസെ ആണെങ്കിൽ തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അതായത് ഓരോ സ്ഥലത്ത് പോയും അവിടെ ഉണ്ടായ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫൈറ്ററിനെ കൂടെ ഫൈറ്റ് ചെയ്ത് അവരൊക്കെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ ഈ സമയമായിരിക്കും ഐസെ ആ ഒരു സോൾജേഴ്സിനോട് പറയുന്നത്, ഇവരൊക്കെ വീക്ക് ആയിട്ടുള്ള ഓപ്പണന്റ് ആണ്, എനിക്ക് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ സമയമാണ് ആ ഒരു ഫ്രീസ ഫോഴ്സിൽ ഒരുത്തൻ പറയുന്നത്, ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഫ്രീസയെ തന്നെ ഡിഫീറ്റ് ചെയ്ത ഒരു സെയ്യനുണ്ട്, അവന്റെ പേരാണ് സൺ ഗോക്കു. അപ്പോഴേക്കും നമ്മുടെ ഐസെ പറയും, എന്ത് സൺ ഗോക്കു? എന്റെ ഫാദറിനെ ഡിഫീറ്റ് ചെയ്തവനോ? അവൻ ഇപ്പോൾ ഏത് പ്ലാനറ്റിലാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ആ ഒരു സോൾജർ പറയും, ഇപ്പോൾ എർത്ത് എന്ന പ്ലാനറ്റിലാണ് ഉള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഐസനോട് പറയുന്നു. അപ്പോഴേക്കും പ്ലാനറ്റ് എർത്തോ? എന്നാൽ പിന്നെ എർത്തിലേക്ക് വേഗം തന്നെ പോകാം. സൺ ഗോക്കു, ഞാൻ എർത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് അവരും സ്പേസ്ഷിപ്പ് എടുത്ത് ഇവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ ബുൾമയുടെ ക്യാപ്സ്യൂൾ കോർപ്പാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ വെജിറ്റി ആണെങ്കിൽ ഗ്രാവിറ്റി റൂമിൽ നിന്നും സൂപ്പർ സൈൻ 3യിൽ മാറി ഇന്റൻസ് ലെവലിൽ ട്രെയിനിങ് ചെയ്യുകയാണ്. അങ്ങനെ ട്രെയിനിങ് ചെയ്ത് നമ്മുടെ വെജിറ്റ പറയും, സൂപ്പർ സൈൻ 3 എന്ന ട്രാൻസ്ഫോർമേഷൻ എനിക്കിപ്പോൾ വളരെ ഈസി ആയിട്ട് മാറി. എന്നാൽ നമ്മുടെ വെജിറ്റയ്ക്ക് ഇപ്പോഴും സൂപ്പർ സൈൻ 4ൽ നാച്ചുറലായി മാറാൻ സാധിക്കില്ല. ആ ഒരു ക്യാപ്സ്യൂളിന്റെ ഹെൽപ്പ് കൊണ്ട് മാത്രമേ സൂപ്പർ സൈൻ 4ൽ മാറാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ ഡ്രാഗൺ ബോൾ GTയിലാണ് ആദ്യമായി സൂപ്പർ സൈൻ 4ലേക്ക് മാറുന്നത്. നമ്മുടെ വെജിറ്റയ്ക്ക് സൂപ്പർ സൈൻ 4ൽ മാറാൻ ഒരു ക്യാപ്സ്യൂളിന്റെ ആവശ്യമുണ്ട്. നമ്മൾ സൂപ്പർ സൈൻ 4നെ കുറിച്ച് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വെജിറ്റയുടെ സൂപ്പർ സൈൻ 4 എന്ന് പറയുന്നത് ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ വെജിറ്റ പിന്നെയും പറയുന്നു, പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ നിന്നെക്കാളും സ്ട്രോങ്ങർ ആകും കാക്കറോട്ട് എന്ന് നമ്മുടെ വെജിറ്റ മനസ്സിൽ പറഞ്ഞ് ചിരിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അതിനുശേഷം
ശേഷം നമ്മുടെ ചീച്ചിയും ബുൾമയാണ് കാണിക്കുന്നത്. ഇവര് രണ്ടുപേരുമാണെങ്കിൽ നമ്മുടെ ഗോക്കുവും വെജിറ്റയും കുറിച്ചാണ് സംസാരിക്കുന്നത്. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഗോക്കുവും വെജിറ്റയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്, ആരാണ് ശക്തൻ എന്ന രീതി, ഇവർക്കിടയിലുള്ള ആ ഒരു വാശി ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോഴാണ് ചീച്ചി പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഗോക്കു എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല. അപ്പോഴേക്കും ഇത് കേട്ട് ബുൾമ പറയും അവൻ ഇതുവരെയായിട്ടും വന്നില്ലേ. അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ വെജിറ്റയാണ് കാണിക്കുന്നത്. വെജിറ്റ ആണെങ്കിൽ ആ ഒരു ഗ്രാവിറ്റി റൂമിൽ നിന്നും ട്രെയിനിങ് ചെയ്ത് പുറത്തേക്ക് വരുന്ന വഴി വെജിറ്റയുടെ മകളെ കാണിക്കുന്നു. ഇവളുടെ പേരാണ് ബൂള. ഡ്രാഗൺ ബോൾ സൂപ്പറിൽ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ വെജിറ്റയുടെ മകളാണെങ്കിൽ വെജിറ്റയോട് പറയും നിങ്ങളുടെ ബോഡിയിൽ നിന്നും വിയർപ്പിന്റെ സ്മെല്ല് വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന വെജിറ്റയ്ക്കാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേ ഒരു സംഭവം തന്നെ ഡ്രാഗൺ ബോൾ ജിടിയിലും കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മീശ വെച്ച വെജിറ്റയോട് നമ്മുടെ ബൂള പറയുന്നുണ്ട് ഈ ഒരു മീശ നിങ്ങൾക്ക് രസമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മീശ തന്നെ എടുത്ത് കളയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇവിടെ ഗോട്ടനെയാണ് കാണിക്കുന്നത്. ഗോട്ടൻ ഇവിടെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഗോട്ടന്റെ അടുത്ത് ട്രങ്ക്സ് വരുന്നത്. ട്രങ്ക്സ് വന്ന ഉടൻ തന്നെ പറയും നീ മറന്നുപോയ ഞാനാണ് നിന്റെ ബോസ്, ക്യാപ്സ്യൂൾ കോർപ്പിലെ ജോലിയൊക്കെ നീ മറന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഗോട്ടൻ പറയുന്നത് എനിക്ക് ഈ ജോലിയൊക്കെ ചെയ്ത് ബോറടിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ട്രങ്ക്സ് ആണ് ഗോട്ടന്റെ ബോസ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഗോട്ടൻ ട്രങ്ക്സിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോട്ടൻ ആണെങ്കിൽ ഒരു പെണ്ണുമായി ഡേറ്റ് ചെയ്ത് കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ആ ഒരു പെണ്ണിന്റെ ഫാദർ പറഞ്ഞത് നീ ജോലിക്ക് പോയാൽ മാത്രമേ ഇവിടെ തരുകയുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ ഓരോ സ്ഥലത്തും ജോലി അന്വേഷിച്ചു അവസാനം വേറെ വഴിയില്ലാതെയാണ് ട്രങ്ക്സിന്റെ അസിസ്റ്റന്റ് ആയി നമ്മുടെ ഗോട്ടൻ നിൽക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗോട്ടന്റെ വൈഫ് വിളിച്ച് ഞാൻ പ്രഗ്നന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. ഇത് കേൾക്കുന്ന നമ്മുടെ ഗോട്ടൻ ആണെങ്കിൽ വളരെയധികം ഹാപ്പി ആകുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരെയും കഴിഞ്ഞ് അടുത്തത് നമ്മുടെ ഗോഹാനെയാണ് കാണിക്കുന്നത്. ഗോഹാനെ നോക്കിക്കഴിഞ്ഞാൽ ഗോഹാൻ ഇപ്പോൾ ഒരു പ്രൊഫസറാണ്. അവിടെ ഉണ്ടായ ബുക്സ് ഒക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കീ എനർജി ഗോഹാൻ സെൻസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കീ എനർജി നമ്മുടെ ഗോഹാൻ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സീ ഫൈറ്റേഴ്സും സെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സമയം നമ്മുടെ ഐസിയാണ് കാണിക്കുന്നത്. ഐസി ആണെങ്കിൽ സ്പേസ്ഷിപ്പിൽ കയറി ഇപ്പോൾ പ്ലാനറ്റ് എർത്തിന്റെ അടുത്ത് എത്തി. ഈ സമയം നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ ആ ഒരു പവർ സെൻസ് ചെയ്ത് ആ ഒരു ഡയറക്ഷൻ നോക്കി പോവുകയാണ്. ഇത് എന്ത് പവറാണ്, ഇങ്ങനെയുള്ള ഒരു പവർ ഞാൻ ഇതുവരെ സെൻസ് ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ഗോഹാൻ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഗോഹാൻ വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വെജിറ്റയും ഗോട്ടൻ, ട്രങ്ക്സ്, പാൻ, ഊബ് ഇവരൊക്കെ ഇവിടെ എത്തുന്നു. അങ്ങനെ നമ്മുടെ വെജിറ്റ പറയും അവരിവിടെ എത്തി എന്നും പറയുന്നു. അങ്ങനെ ഈ സമയമായിരിക്കും നമ്മുടെ വെജിറ്റ ദൂരെ നിന്നും ആ ഒരു സ്പേസ്ഷിപ്പ് കാണുന്നത്. അങ്ങനെ ആ ഒരു സ്പേസ്ഷിപ്പ് ആണെങ്കിൽ ഇവരുടെ അടുത്ത് നിന്നും കുറച്ച് ദൂരെയായിട്ട് ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സ്പേസ്ഷിപ്പ് കാണുന്ന നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ ഞാൻ ഈ ഒരു സ്പേസ്ഷിപ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇത് നമ്മുടെ ഫ്രീസയുടെ സ്പേസ്ഷിപ്പ് പോലെ ഉണ്ട് എന്നും പറയുന്നു. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ വെജിറ്റ പറയും എന്ത് ഫ്രീസയോ, അവൻ വരാൻ ഒരു ചാൻസ് പോലും ഇല്ല, അവരെ മുൻപേ നമ്മൾ കൊന്നതല്ലേ. അപ്പോഴാണ് നമ്മുടെ ലോർഡ് ഐസ് സ്പേസ്ഷിപ്പിൽ നിന്നും ഇറങ്ങി അവിടെ ഉണ്ടായ സോൾജേഴ്സിനോട് ഗോക്കുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോഴാണ് ആ ഒരു സോൾജേഴ്സിന്റെ സ്കൗട്ടറിൽ നിന്നും 6 പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ എനർജി സെൻസ് ചെയ്യുന്നത്. അങ്ങനെ ഈ സമയമാണ് നമ്മുടെ പുതിയ സീ ഫൈറ്റേഴ്സ് ഐസയുടെ അടുത്ത് ഇറങ്ങുന്നു. അങ്ങനെ നമ്മുടെ ലോർഡ് ഐസ് ഇവരെ കണ്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ വെജിറ്റ ഇത് ഞങ്ങളല്ലേ ചോദിക്കേണ്ടത്, നമ്മുടെ എർത്തിൽ വന്ന നീ ആരാണ്. അപ്പോഴാണ് ആ ഒരു ഫ്രീസ ഫോഴ്സിലുള്ള ഒരുത്തൻ പറയുന്നത് നീ വെജിറ്റയല്ലേ, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ വെജിറ്റ അപ്പോഴും ഫ്രീസ ഫോഴ്സിലെ ആൾക്കാർ ജീവനോടെ ഉണ്ടോ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ആ ഒരു സോൾജർ പറയുന്നത് നീ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം, ഇത് ഫ്രീസയുടെ മകനായിട്ടുള്ള ഐസെ ആണെന്ന് പറയുന്നു. അങ്ങനെ വെജിറ്റ പറയും ഫ്രീസയുടെ മകനോ, അവനെന്താ ഇവിടെ കാര്യം. അങ്ങനെ നമ്മുടെ ഐസെ പറയും എന്റെ ഫാദറിനെ കൊന്ന ഒരുത്തനുണ്ട് സൺ ഗോക്കു, അവനെ തപ്പി ഇറങ്ങിയതാണ് എന്നും പറയുന്നു. അങ്ങനെ വെജിറ്റ പറയും ഓ റിവെഞ്ച് എടുക്കാൻ വന്നതാണല്ലേ. ഈസ വന്ന് അവന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു തീരുമാനമാക്കിയതാ, നീ ഇവിടെ നിന്നും പോയിട്ടില്ലെങ്കിൽ അതേ അവസ്ഥ നിനക്കും ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മുടെ വെജിറ്റ ഒരു വാണിംഗ് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഐസെ പറയും നീ എന്നെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത്, ഞാൻ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഓപ്പണന്റ് കൂടെ ഫൈറ്റ് ചെയ്യാനാണ് ഇവിടെ വന്നത്, അല്ലാതെ റിവെഞ്ച് എടുക്കാനൊന്നും അല്ല. അപ്പോൾ വെജിറ്റ പറയും നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാം, ഞാനും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണ്. ഈ സമയം ഐസെ പറയും നിങ്ങളും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണോ. വെജിറ്റ ഞാൻ കാക്കറോഡിനേക്കാൾ പവർഫുൾ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയും. അങ്ങനെ ഐസെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പവേഴ്സ് കാണിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ വെജിറ്റ ആണെങ്കിൽ ബാക്കി സീ ഫൈറ്റേഴ്സിനോട് പറയും ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട എന്നും പറയുന്നു. അങ്ങനെ വെജിറ്റ ആണെങ്കിൽ പതിയെ സ്ക്രീം ചെയ്ത് സൂപ്പർ സൈൻ 3യിലേക്ക് മാറുന്നു. ആ ഒരു സൂപ്പർ സൈൻ 3യിൽ മാറുന്ന സമയത്ത് അവിടെ ഒരു വലിയ ഇമ്പാക്ട് ആണ് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ ഇത് കണ്ട് ഷോക്ക് ആകുന്നു. ഇതിന് കാരണം നമ്മുടെ വെജിറ്റ ഇതുവരെ സൂപ്പർ സൈൻ 3യിൽ മാറുന്നത് നമ്മുടെ ഗോഹാൻ കണ്ടിട്ടില്ല. ഇത് കാണുന്ന ഊബും ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ സൂപ്പർ സൈൻ 3യിൽ മാറിയ വെജിറ്റ എന്നാൽ പിന്നെ തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് നമ്മുടെ വെജിറ്റയും അതുപോലെ തന്നെ ഫ്രീസയുടെ മകനായിട്ടുള്ള ഐസയും തമ്മിൽ ഫൈറ്റ് സ്റ്റാർട്ട് ആകുന്നു. വെജിറ്റ ഇപ്പോൾ സൂപ്പർ സൈൻ 3യിലാണെങ്കിലും വെജിറ്റ ഒരു ബാലൻസ് ചെയ്താണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫൈറ്റിൽ ഐസയ്ക്കാണ് കുറച്ചുകൂടി പവർ കൂടുതലായിട്ട് തോന്നുന്നത്. വെജിറ്റ ഒരു ബിഗ് ബാങ് അറ്റാക്ക് ഐസയുടെ നേരെ വിടുമ്പോൾ ആ ഒരു അറ്റാക്ക് ഐസയെ തട്ടി മാറ്റുന്നുണ്ട്. എന്നാൽ ഇത് കാണുന്ന വെജിറ്റയ്ക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഐസ ഡയറക്റ്റ് വെജിറ്റയുടെ അടുത്ത് പോയി പിന്നെയും ഫൈറ്റ് കണ്ടിന്യൂ ആകുന്നു. അങ്ങനെ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മുടെ വെജിറ്റ ഒന്ന് പതിയെ പുറകിലോട്ട് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഐസെ പറയും ഞാൻ ഫൈറ്റ് ചെയ്തതിൽ വെച്ച് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാൾ നീയാണ്, നിന്നെപ്പോലുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും പറയുന്നു. എന്നാൽ നമ്മുടെ വെജിറ്റയ്ക്കാണെങ്കിൽ ഇപ്പോൾ നടന്ന ഈ ഒരു ഫൈറ്റ് ഒന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ഫ്രീസിയെ തന്നെ സൂപ്പർ സൈനിൽ മാറി ഈസിയായി ഡിഫീറ്റ് ചെയ്തതാണ്. എന്നാൽ ഇവിടെ വെജിറ്റ സൂപ്പർ സൈൻ 3യിലായിട്ട് പോലും
ഐസ് അത്രയധികം സ്ട്രോങ്ങർ ആണ്. അങ്ങനെ ഈ ഒരു സമയത്താണ് നമ്മുടെ ഗോഹാനെ പിക്കലോ കോണ്ടാക്ട് ചെയ്യുന്നത്. ഗോഹാൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പോഴേക്കും ഗോഹാൻ, പിക്കലോ നിങ്ങളോ? നമ്മൾ എത്ര നാളായി സംസാരിച്ചിട്ട്? അപ്പോഴാണ് പിക്കലോ പറയുന്നത്, ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് ഇവിടെ വന്നത്. ഫ്രീസ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഫ്രീസയുടെ വംശത്തിലുള്ള ആൾക്കാർ പ്ലാനറ്റ് വിന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവർ ജനിച്ച ഉടൻ തന്നെ ഒരു മഞ്ഞുകട്ടയ്ക്കുള്ളിൽ ഫ്രീസായി ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇതിനെ താവിങ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഫ്രീസയുടെ വംശത്തിലുള്ള ആൾക്കാർ ഈ ഒരു ഐസ് കട്ടക്കുള്ളിൽ ഫ്രീസായി എപ്പോഴാണോ പുറത്തു വരുന്നത് അതിനനുസരിച്ചാണ് ഇവരുടെ പൊട്ടൻഷ്യൽ കൂടുന്നത്. എത്ര കാലം അതിനുള്ളിൽ നിൽക്കുന്നോ അതിനനുസരിച്ച് ശക്തനാകും. അതായത് നമ്മുടെ ഫ്രീസയെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസ ജനിച്ച് ഈ പറഞ്ഞ ആ ഒരു താവിങ് എന്ന പ്രോസസ്സിംഗ് ഇല്ലേ, ആ ഒരു ഐസ് കട്ടക്കുള്ളിൽ ഫ്രീസ 5 വർഷമാണ് നിന്നത്. അതിനുശേഷമാണ് ഫ്രീസ പുറത്തു വരുന്നത്. ആ ഒരു 5 വർഷം ഫ്രീസ നിന്നത് കൊണ്ടാണ് ഫ്രീസ അത്രയധികം ശക്തനായത്. അതുപോലെ തന്നെ നമ്മുടെ കിങ് ഗോൾഡിനെ എടുത്തു കഴിഞ്ഞാൽ കിങ് ഗോൾഡ് 6 വർഷം അതിനുള്ളിൽ നിന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഫ്രീസയുടെ മകൻ എന്ന് പറഞ്ഞ ഈ ഒരു പുതിയ ക്യാരക്ടർ ഇല്ലേ, ഐസ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, അവൻ ഈ ഒരു താവിങ് എന്ന പ്രോസസ്സിൽ 50 വർഷമാണ് ആ ഒരു ഐസ് കട്ടയ്ക്കുള്ളിൽ ഉണ്ടായത്. 50 വർഷം കഴിഞ്ഞാണ് അവൻ പുറത്തേക്ക് വരുന്നത്. വെറും 5 വർഷം മാത്രം നിന്ന ഫ്രീസ ഇങ്ങനെയാണെങ്കിൽ 50 വർഷം നിന്ന ഈ ഒരു ഐസ എന്ന് പറഞ്ഞുള്ള ക്യാരക്ടർ എന്തായിരിക്കുമെന്ന് ഇനി ഊഹിക്കേണ്ട ആവശ്യമല്ലേല്ലോ. അങ്ങനെ പിക്കലോ ഈ ഒരു കാര്യങ്ങൾ ഗോഹാനോട് പറയുന്നതോടുകൂടി ഈ ഒരു പാർട്ടും ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു ഡ്രാഗൺ ബോൾ AFന്റെ സ്റ്റാർട്ടിംഗ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഞാൻ വേഗത്തിൽ തന്നെ ഈ ഒരു ഡ്രാഗൺ ബോൾ AF ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.